ആദരണീയരായ ഗുരുനാഥന്മാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, പുണ്യങ്ങളുടെ പൂനിലാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എക്കാലത്തെ പ്രതീക്ഷയാണ്. അവിടുത്തെ ദേഹവും ദർശനവും സ്പർശനവും അനുഗ്രഹീതമാണ്. സ്നേഹം ചോർന്നുപോകുന്ന ഇക്കാലത്ത് നമ്മളിലേക്ക് തിരികെ നടക്കേണ്ടതുണ്ട്. ഭൂമിയിലുള്ളവരോട് മുഴുവൻ നിങ്ങൾ കരുണ പുലർത്തണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. എന്നാലേ ആകാശത്തിനധിപൻ നിങ്ങളോട് സ്നേഹവും കരുണയും പുലർത്തൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മിപ്പിച്ചത്. കുഞ്ഞുങ്ങളെ മുത്തമിച്ച് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ സ്നേഹത്തിന്റെ വാലപാഠം പഠിപ്പിച്ചു. പെൺകുട്ടികളോട് നീതി പുലർത്താൻ കൽപ്പിച്ചു. മുതിർന്നവരെ ആശ്രയിച്ച് സ്വർഗം നേടാൻ ആജ്ഞാപിച്ചു. വയ്യാത്തക്കാരനെയും അനാഥരെയും ദുർബലരെയും ചേർത്തുർത്തി സർവരും അതിശബ്ദത്തിൽ പ്രതീക്ഷ ഏൽപ്പിച്ചു. ചെടികളും മരങ്ങളും മൃഗങ്ങളും പറവകളും അതിശബ്ദത്തിൽ പരിഗണിക്കപ്പെട്ടു. എല്ലാവരോടും സ്നേഹം പുലർത്തി. മനുഷ്യരല്ല, മൃഗങ്ങളോടും പക്ഷികളോടും സർവശാല ജന്തുക്കളോടും പ്രകൃതിയോടും. പ്രകൃതിയെ നശിപ്പിച്ചു കളയരുത്, മരങ്ങളെ മുറിച്ചു മാറ്റരുത്, ചെറിയ ജന്തുക്കളെ പോലും കൊന്നു കളയരുത്, കടിയുറുമ്പായാലും ശരി കത്തിച്ചു കളയരുത്, ഉമ്മമാരെ മുഖത്ത് നോക്കി ചേർന്ന് പോലും പറയരുത്. അങ്ങനെ സ്നേഹത്തിന്റെ ഒരായിരം ഉപദേശങ്ങൾ ഈ മാനവ സമൂഹത്തിന് വേണ്ടി സമ്മാനിച്ചു. ശത്രുക്കളെ പോലും അവിടുന്ന് സ്നേഹിച്ചു. ഹിജ്റ 5-ാം വർഷം മക്കയിൽ ശക്തമായ ശാപം ഭവിച്ചപ്പോൾ നബിയെ വധിക്കാനും നാട് കടത്താനും ശ്രമിച്ചവരാകെ പട്ടിണിയിലായ സന്ദർഭം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരമറിഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരമാവധി ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിച്ച് മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഒരു സഹാബിയെ പറഞ്ഞയച്ചു. മക്കയിലുള്ളവർക്ക് വിതരണം ചെയ്യാനായിരുന്നു അവർക്ക്. ആ സഹാബി മക്കയിൽ എത്തുകയും ഭക്ഷ്യധാന്യങ്ങൾ അബൂ സുഫിയാന്റെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തു. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവരെ പോലും സ്നേഹിച്ചിരുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ജീവിതത്തിന്റെ മാതൃകയാണ്. സ്നേഹം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ പുണ്യദിനത്തിൽ